എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കാത്തിരുന്ന നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതുന്ന 10ാം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോവുകയാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ NIOSൻ്റെ 10ാം ക്ലാസ്സിലേക്കും പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലിങ്ക് ആദ്യമേ ഒന്ന് നോക്കാം. പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ NIOSൻ്റെ ID കാർഡിലുള്ള എൻറോൾമെൻറ്റ് നമ്പർ അല്ലേ, ആ ഒരു നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് എന്താണ്, തിയറിയുടെ ഹോൾ ടിക്കറ്റ് ആണ് അല്ലേ, തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റാണ് നമുക്ക് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദി ഹോൾ ടിക്കറ്റ് ഫോർ തിയറി എക്സാമിനേഷൻ എന്ന് പറയുന്നതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അത് നമുക്കിവിടെ സെലക്റ്റഡ് ആയി കിടക്കും. ചിലപ്പം അവിടെ ഓൾറെഡി സെലക്റ്റഡ് ആയി തന്നെ കിടക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ആണെന്നുള്ളത് മനസ്സിലാകും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷയാണ്. ഇനി നിങ്ങൾ പ്ലസ് ടു ആണെങ്കിൽ സീനിയർ സെക്കൻഡറിയിൽ നിന്ന് ഉണ്ടാവും, 10ാം ക്ലാസ് ആണെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതായത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഈ സൈഡിൽ ഉണ്ടാവും, നിങ്ങളുടെ നെയിം ഈ സൈഡിൽ ഉണ്ടാവും, ഫാദേഴ്സ് നെയിം ഉണ്ടാവും, മദേഴ്സ് നെയിം ഉണ്ടാവും, നിങ്ങളുടെ മീഡിയം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 10th പാസ്സായിട്ടുള്ള ആ ഒരു വർഷവും മാസവും ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മീഡിയം ഏതാണെന്നുള്ളതും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എക്സാം സെൻറ്റർ അല്ലേ, എക്സാം സെൻറ്റർ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ തിയറി പരീക്ഷയുടെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾക്ക് തെറ്റ് പറ്റാറുള്ളൊരു കാര്യമാണ് ഇത്. അതായത് എക്സാം സെൻറ്റർ പെട്ടെന്ന് നോക്കുമ്പോൾ NIOS ID കാർഡിൽ സ്റ്റഡി സെൻറ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സ്റ്റഡി സെൻറ്ററിൽ എക്സാം എഴുതാൻ പോകാറുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തേക്കല്ല. ഹോൾ ടിക്കറ്റ്, പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹോൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പരീക്ഷാ കേന്ദ്രം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ പരീക്ഷാ കേന്ദ്രത്തിലാണ് നിങ്ങൾ എന്തിന് പോകേണ്ടത്, എഴുത്ത് പരീക്ഷയ്ക്ക് പോകേണ്ടത്. അതിനുശേഷം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം ടേബിൾ, ഡേറ്റ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. എന്നാൽ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ കറക്റ്റായിട്ട് ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്തായിരിക്കും, പരീക്ഷ എഴുതേണ്ട ഡേറ്റും കറക്റ്റായിട്ട് അതിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം സഹിതം ഹോൾ ടിക്കറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാണെന്ന് പറഞ്ഞു. സോ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സബ്ജക്റ്റുകളുടെയൊക്കെ പരീക്ഷകൾ ഏത് ഡേറ്റിലാണ് നടക്കുന്നത് എന്നുള്ളതും കറക്റ്റായിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയവും തെറ്റണ്ട, സമയവും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് സമയത്താണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഏത് സമയത്താണ് പരീക്ഷകൾ അവസാനിക്കുന്നത് എന്നുള്ളതും നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, ഹോൾ ടിക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ആർക്കെങ്കിലും
നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷയുടെ ഡേറ്റ് മനസ്സിലാക്കാൻ പറ്റും. പരീക്ഷയുടെ ടൈം നമുക്ക് ഹോൾ ടിക്കറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ പബ്ലിക് തിയറി പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് തിയറി പരീക്ഷ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കേണ്ടതുണ്ട്. പ്രിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്താൽ മതി. അവിടെ കളറായിട്ടുള്ള രീതിയിലുള്ള പ്രിൻ്റ് ഒന്നും എടുക്കാനായിട്ട് പോകേണ്ട എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ NOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്